പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മൾ നമ്മുടെ 7ാമത്തെ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാണ്. ചാപ്റ്ററിൻ്റെ പേര് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ്. സി പ്ലസ് പ്ലസ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന ഭാഗത്തെ ലാസ്റ്റ് ചാപ്റ്റർ, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ്റെ 7ാമത്തെ ചാപ്റ്റർ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ്. അപ്പോൾ നമ്മൾ 5ാമത്തെ ചാപ്റ്റർ ഡിസ്കസ് ചെയ്ത സമയത്ത് സ്റ്റേറ്റ്മെൻറ്റ്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള സ്റ്റേറ്റ്മെൻറ്റ്സുകൾ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ്, അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ്, ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ്, അതേപോലെ തന്നെ ലാസ്റ്റ് നമ്മൾ പറഞ്ഞത് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ്. അതിൽ ഈ ആദ്യത്തെ 4 നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. എന്ത്? ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഉപയോഗം എന്താണ്, അതെങ്ങനെയാണ് നമ്മൾ സി പ്ലസ് പ്ലസ് പ്രോഗ്രാമിൽ എഴുതുക, അതേപോലെ തന്നെ അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ത് പർപ്പസിനാണ് ഉപയോഗിക്കുന്നത്, അതെങ്ങനെയാണ് സി പ്ലസ് പ്ലസ് പ്രോഗ്രാമിൽ എഴുതുക, അതേപോലെ ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഉപയോഗം എന്താണ്, അതെങ്ങനെയാണ് സി പ്ലസ് പ്ലസിൽ ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയാണ് എഴുതുക, അതേപോലെ തന്നെ ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ യൂസ് എന്താണ്, പർപ്പസ് എന്താണ്, ഉപയോഗം എന്താണ്, അതെങ്ങനെയാണ് നമ്മൾ സി പ്ലസ് പ്ലസ് പ്രോഗ്രാമിൽ എഴുതുക എന്നുള്ളത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ള അടുത്ത സ്റ്റേറ്റ്മെൻറ്റാണ് ഏത്? കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്. ഈ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സിനെ കുറിച്ച് ഒരു ചാപ്റ്റർ തന്നെ പഠിക്കാനുണ്ട്. അതാണ് 7ാമത്തെ ചാപ്റ്റർ, കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ്. അപ്പോൾ ഈ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് ആദ്യം നമ്മുടെ പ്രോഗ്രാമിങ്ങിൻ്റെ എക്സിക്യൂഷൻ്റെ ഒരു കൺസെപ്റ്റ് നമുക്ക് അറിഞ്ഞിരിക്കണം. ഈ പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷൻ്റെ കൺസെപ്റ്റ് അറിഞ്ഞിരുന്നാലുള്ളൂ ഈ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് എന്ന് മനസ്സിലാവുള്ളൂ. ഇത് പറയുമ്പോൾ നമ്മൾ ഒരു സി പ്ലസ് പ്ലസ് പ്രോഗ്രാം നമ്മൾ എഴുതണമെന്ന് അസ്യൂം ചെയ്യുക. ഇൻറ്റ് എ കോമ ബി കോമ സി, സി ഇൻ ഇൻപുട്ട് ഓപ്പറേറ്റർ എ ബി, സി ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി, സി ഔട്ട് സി. ഇതൊരു സി പ്ലസ് പ്ലസ് പ്രോഗ്രാമിൻ്റെ കോഡാണ്. ഇതിൽ 1, 2, 3, 4 സ്റ്റേറ്റ്മെൻറ്റുകളുണ്ട്. അതിൽ 1ാമത്തെ സ്റ്റേറ്റ്മെൻറ്റാണ് ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ്, 2ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റാണ്, 3ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റാണ്, 4ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റാണ്. അപ്പോൾ ഇതൊരു പ്രോഗ്രാം കോഡിൻ്റെ ഒരു സെഗ്മെൻറ്റാണ്. ഇത് കംപ്ലീറ്റ് അല്ല, ഇതിന് മുകളിൽ നമ്മൾ കുറച്ച് എഴുതണം, ഇതിന് ശേഷം കുറച്ചുകൂടെ എഴുതാണ്ട്. പക്ഷേ ഈ പ്രോഗ്രാം എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? 2 നമ്പറിൻ്റെ സമ്മ് കാണാനുള്ള ഒരു സി പ്ലസ് പ്ലസ് പ്രോഗ്രാമിൻ്റെ മെയിൻ കോഡ് സെഗ്മെൻറ്റാണിത്. അപ്പോൾ ഈ കോഡ് എക്സിക്യൂട്ട് ചെയ്താലുള്ളൂ നമുക്കതിൻ്റെ ഔട്ട്പുട്ട് കിട്ടുള്ളൂ. ആ പ്രോഗ്രാം കോഡ് എക്സിക്യൂട്ട് ചെയ്യുമ്പോഴുള്ളൂ നമുക്കിതിൻ്റെ ഔട്ട്പുട്ട് കിട്ടുക. അപ്പോൾ സി പ്ലസ് പ്ലസിൽ നമ്മൾ ആ എക്സിക്യൂട്ട് ചെയ്യേണ്ട സ്റ്റെപ്പ് എന്താ നമുക്കറിയാം. നമ്മൾ പറഞ്ഞിരുന്നു എങ്ങനെയാണ്? ബിൽഡിൽ, കമ്പൈൽ, ബിൽഡിൽ, എക്സിക്യൂട്ട്. ആ 3 സ്റ്റെപ്പിലൂടെ പോകണം. ആ എക്സിക്യൂഷൻ നമ്മൾ ഈ കോഡ് എക്സിക്യൂട്ട് ചെയ്താലുള്ളൂ നമുക്കതിൻ്റെ ഔട്ട്പുട്ട് കിട്ടുക. അപ്പോൾ ഈ പ്രോഗ്രാം കോഡ് എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്, ഏത് വിധത്തിലാണ് എക്സിക്യൂഷൻ നടക്കുന്നത്, എത്ര ടൈപ്പ് എക്സിക്യൂഷൻ ഉണ്ട് എന്നറിഞ്ഞാലേ നമുക്ക് ഈ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് എന്ന് പറയാൻ പറ്റുള്ളൂ. പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ എക്സിക്യൂഷൻ, പ്രോഗ്രാം കോഡ് എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഈ പ്രോഗ്രാം കോഡ് എക്സിക്യൂട്ട് ചെയ്താലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? ഔട്ട്പുട്ട് കിട്ടുള്ളൂ. അപ്പം എങ്ങനെ? ആദ്യം നമുക്ക് ഹൈ ലെവൽ ലാംഗ്വേജ് ആണ്. ഈ ഹൈ ലെവൽ ലാംഗ്വേജിനെ എന്താക്കി മാറ്റണം? മെഷീൻ ലാംഗ്വേജ് ആക്കി മാറ്റണം. പിന്നെ ആ മെഷീൻ കോഡിനെയാണ് എന്ത് ചെയ്യുന്നത്? എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? ഈ പ്രോഗ്രാമിൻ്റെ പർപ്പസ് എന്താണോ ആ പർപ്പസ് നമുക്ക് നടത്താൻ പറ്റുന്നത്. അപ്പോൾ ഈ എക്സിക്യൂഷൻ, ഈ കോഡ് എക്സിക്യൂട്ട് ചെയ്യണം. ഈ ഈ സ്റ്റേറ്റ്മെൻറ്റുകൾ എക്സിക്യൂട്ട് ചെയ്യണം. അത് എങ്ങനെയാണ് എക്സിക്യൂഷൻ നടക്കുന്നത്, ഏത് രീതിയിലാണ് എക്സിക്യൂഷൻ നടക്കുന്നത്, എത്ര ടൈപ്പ് എക്സിക്യൂഷൻ ഉണ്ട് എന്നുള്ളൊരു ഐഡിയ നമുക്ക് ആദ്യം കിട്ടണം. ആ ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാം? ഈ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഉപയോഗം നമുക്ക് വളരെ പെട്ടെന്ന് പഠിക്കാം. 3 ടൈപ്പിലുള്ള എക്സിക്യൂഷനാണ് നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഒന്ന് സീക്വൻഷ്യൽ എക്സിക്യൂഷൻ, 2ാമത്തത് സെലക്റ്റീവ് എക്സിക്യൂഷൻ, 3ാമത്തത് ഐട്രേറ്റീവ് എക്സിക്യൂഷൻ. ഇങ്ങനെ 3 ടൈപ്പിലുള്ള എക്സിക്യൂഷനാണ് പ്രോഗ്രാം കോഡിൻ്റെ എക്സിക്യൂഷനിൽ നടക്കുന്നത്. സീക്വൻഷ്യൽ എക്സിക്യൂഷൻ ഉണ്ടായിരിക്കും, സെലക്റ്റീവ് എക്സിക്യൂഷൻ ഉണ്ടായിരിക്കും, ഐട്രേറ്റീവ് എക്സിക്യൂഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ അതിൽ ഓരോ എക്സിക്യൂഷൻ എന്താണെന്ന് ഐഡിയ കിട്ടണം. എന്താണ് സീക്വൻഷ്യൽ എക്സിക്യൂഷൻ, എന്താണ് സെലക്റ്റീവ് എക്സിക്യൂഷൻ, എന്താണ് ഐട്രേറ്റീവ് എക്സിക്യൂഷൻ. ഐട്രേറ്റീവ് എക്സിക്യൂഷൻ, ഈ 3 എക്സിക്യൂഷൻ എന്താണെന്നുള്ള ഒരു ഐഡിയ നമ്മൾ ആദ്യം കിട്ടണം നമുക്ക്. അപ്പോൾ ആദ്യം ഈ സീക്വൻഷ്യൽ എക്സിക്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
സീക്വൻഷ്യൽ എക്സിക്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണോ പ്രോഗ്രാം കോഡ് എഴുതിയിട്ടുള്ളത് ആ ഓർഡറിൽ ആ സ്റ്റേറ്റ്മെൻറ്റ് 1 by 1 ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യുക. നമ്മൾ എങ്ങനെയാണോ പ്രോഗ്രാം കോഡ്, ഇതിപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻ്റ് ആണ്, ഇത് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻ്റ് ആണ്, ഇത് മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻ്റ് ആണ്, ഇത് നാലാമത്തെ സ്റ്റേറ്റ്മെൻ്റ് ആണ്, ആ ഓർഡറിൽ എന്ന് പറയുമ്പോൾ ആദ്യം ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. അത് കഴിഞ്ഞാൽ പ്രോഗ്രാം കൺട്രോളർ ഓട്ടോമാറ്റിക്കായിട്ട് രണ്ടാമത്തെ ലൈനിലേക്ക് വരും. എന്നിട്ട് ആ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രോഗ്രാം കൺട്രോൾ ഉടനെ തന്നെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വരും. നമ്മൾ കൊണ്ടുവരേണ്ട ഓട്ടോമാറ്റിക്കായിട്ട് വരും. എന്നിട്ട് ഈ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. അത് കഴിഞ്ഞാൽ നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. അപ്പം എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ആ എഴുതിയ ഓർഡറിൽ ആ പ്രോഗ്രാം കോഡ് എക്സിക്യൂട്ട് ചെയ്യുക. ഈ എക്സിക്യൂഷനെ പറയുന്ന പേരാണെന്ത്? സീക്വൻഷ്യൽ എക്സിക്യൂഷൻ. ഇതാണ് ഡീഫാൾട്ട് എക്സിക്യൂഷൻ. സാധാരണ എക്സിക്യൂഷൻ ഏതാണ്? സാധാരണ നമ്മുടെ കമ്പൈലർ നമ്മുടെ പ്രോഗ്രാം കോഡിനെ എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്? സീക്വൻഷ്യൽ മോഡലിലാണ് എക്സിക്യൂഷൻ നടക്കുന്നത്. സീക്വൻഷ്യൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ എഴുതിയ ഓർഡറിൽ അങ്ങനെ അങ്ങ് എക്സിക്യൂട്ട് ചെയ്യുക. അപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഒരു പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. സാധാരണ നോർമൽ കേസിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഒരു തവണ എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. അത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റേറ്റ്മെൻറ്റിലേക്ക് വരും, അത് എക്സിക്യൂട്ട് ചെയ്യും ഒരു തവണ. അത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റേറ്റ്മെൻറ്റിലേക്ക് വരും, അത് എക്സിക്യൂട്ട് ചെയ്യും ഒരു തവണ. അത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റേറ്റ്മെൻറ്റിലേക്ക് വരും, ഒരു തവണ എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ ഈ ടൈപ്പിലുള്ള എക്സിക്യൂഷനാണ് എന്തെന്ന് പറയുന്നത്? സീക്വൻഷ്യൽ എക്സിക്യൂഷൻ. ഇതാണ് ഡീഫാൾട്ട് എക്സിക്യൂഷൻ. നമ്മുടെ കമ്പൈലർ സാധാരണ നടത്തുന്ന എക്സിക്യൂഷനാണ് ഇത് സീക്വൻഷ്യൽ എക്സിക്യൂഷൻ. അപ്പോൾ ഇതിന് നമുക്ക് വേണമെങ്കിൽ നോർമൽ എക്സിക്യൂഷൻ എന്ന് വേണമെങ്കിലും പറയാം. നോർമൽ എക്സിക്യൂഷൻ, അതല്ലെങ്കിൽ ഡീഫാൾട്ട് എക്സിക്യൂഷൻ എന്നും പറയാം. രണ്ട് പേരിലും കൂടെ അറിയപ്പെടുന്നുണ്ട് ഇത് സീക്വൻഷ്യൽ എക്സിക്യൂഷൻ. സീക്വൻഷ്യൽ എക്സിക്യൂഷൻ ആണ് ഡീഫാൾട്ട് എക്സിക്യൂഷൻ. അതുകൊണ്ട് അതിന് എന്തെന്ന് പറയുന്നത്? നോർമൽ എക്സിക്യൂഷൻ എന്നും പറയുന്നത്. അപ്പോൾ എന്താ സീക്വൻഷ്യൽ എക്സിക്യൂഷൻ? നമ്മൾ എഴുതിയപ്പോൾ എത്ര ഒരു 500 ലൈൻ കോഡിംഗ് ഉണ്ടെന്ന് അസ്യൂം ചെയ്യുക. ഇതിപ്പോൾ ആകെ 1 2 3 4 സ്റ്റേറ്റ്മെൻ്റ് ഉള്ളല്ലോ. അപ്പോൾ വലിയൊരു പ്രോഗ്രാം ആണെങ്കിൽ 500 ലൈൻ കോഡിംഗ് ഉണ്ടെങ്കിൽ ആ 500 ലൈനും എന്താ, ആദ്യം ഒന്നാമത്തെ ലൈൻ എക്സിക്യൂട്ട് ചെയ്യും, ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും, പിന്നെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും, മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും, അങ്ങനെ വന്നിട്ട് 499 സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും, അവസാനം 500ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. അത് ആ ഓർഡറിൽ, നമ്മൾ എഴുതിയ ഓർഡറിൽ അങ്ങ് എക്സിക്യൂട്ട് ചെയ്യും. ആ ടൈപ്പ് എക്സിക്യൂഷനാണ് ഏത്? സീക്വൻഷ്യൽ എക്സിക്യൂഷൻ. അതാണ് ഡീഫാൾട്ട് എക്സിക്യൂഷൻ. അതുകൊണ്ട് അതിനെ ഡീഫാൾട്ട് എക്സിക്യൂഷൻ എന്നും അല്ലെങ്കിൽ നോർമൽ എക്സിക്യൂഷൻ എന്നും പറയുന്നുണ്ട്. ഇനി രണ്ടാമത്തെ എക്സിക്യൂഷൻ ഞാൻ പറഞ്ഞത് സെലക്റ്റീവ് എക്സിക്യൂഷൻ. സെലക്റ്റീവ് എക്സിക്യൂഷൻ. ഈ എക്സിക്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രോഗ്രാം കോഡിൽ സെലക്ട് ചെയ്ത സ്റ്റേറ്റ്മെൻറ്റുകൾ മാത്രം എക്സിക്യൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ, ചില പ്രോഗ്രാം കോഡിന് ചില സ്റ്റേറ്റ്മെൻറ്റിനെ എക്സിക്യൂഷൻ എന്ന് ഒഴിവാക്കുക. ഇതാണ് നമ്മൾ ഞാൻ ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു, പ്രോഗ്രാം കോഡ് എന്ന് പറഞ്ഞു, രണ്ടും സെയിമാണ്. ഇത് പ്രോഗ്രാം കോഡാണ്. രണ്ട് നമ്പർ ആക്സെപ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ സമ്മ് കാണാനുള്ള പ്രോഗ്രാമിൻ്റെ കോഡാണിത്. അതാണ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞത്. അതിനുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഈ പ്രോഗ്രാം കോഡ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റിലുള്ള അല്ലെങ്കിൽ ഈ പ്രോഗ്രാം കോഡിലുള്ള സെലക്ട് ചെയ്ത പ്രോഗ്രാം കോഡ് മാത്രമേ എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. എന്ന് പറഞ്ഞാൽ എന്താ, ചില പ്രോഗ്രാം കോഡിനെ ചില സ്റ്റേറ്റ്മെൻറ്റിന് എന്ത് ചെയ്യേണ്ടി വരും? എക്സിക്യൂഷനിൽ നിന്നും ഒഴിവാക്കേണ്ടി വരും, സ്കിപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന് അസ്യൂം ചെയ്യുക. എത്ര സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടെന്ന് അസ്യൂം ചെയ്യുക? 1 2 3 4 5 6 7 8 സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടെന്ന് അസ്യൂം ചെയ്യുക. അപ്പോൾ ആദ്യം ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്തു അസ്യൂം ചെയ്യുക, രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്തു, മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്തു, നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്തിട്ട് ഇനി ശരിക്കും എവിടേക്കാണ് വരേണ്ടത്? 5ാമത്തെ സ്റ്റേറ്റ്മെൻറ്റിലേക്കാണ് വരേണ്ടത്. പക്ഷേ ഇവിടെ നിന്ന് നേരെ പ്രോഗ്രാം കൺട്രോൾ നേരെ ഇങ്ങോട്ട് വരും, 7ാമത്തെ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് വരും. ഇപ്പോൾ 5ാമത്തിലാണ് നിൽക്കുന്നത്. പിന്നെ ശരിക്കും ഏതാണ്? 6ഉം 7ഉം ഇപ്പോൾ 1 2 3 4 സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്തു കഴിഞ്ഞു. ഇനി ശരിക്കും പ്രോഗ്രാം കൺട്രോൾ എവിടേക്കാണ് വരേണ്ടത്? സാധാരണഗതിയിൽ എവിടേക്കാണ് വരേണ്ടത്? ഇവിടേക്കാണ് വരേണ്ടത്. പക്ഷേ ഇവിടേക്ക് വരാതെ പ്രോഗ്രാം കൺട്രോളിനെ നേരെ ഈ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ 7ാമത്തെ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് ഈ 7ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുക, 8ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുക. എന്ന് പറഞ്ഞാൽ എന്താ, ഈ 2 സ്റ്റേറ്റ്മെൻറ്റിനെ എക്സിക്യൂഷനിൽ നിന്ന് ഒഴിവാക്കുക. പ്രോഗ്രാം കോഡിൽ ഉണ്ടായിരിക്കും, പക്ഷേ എക്സിക്യൂട്ട് ചെയ്യില്ല. എന്നാലും നമുക്ക് ഔട്ട്പുട്ട് കിട്ടുള്ളൂ. അങ്ങനെ ആ സെലക്റ്റീവ് എക്സിക്യൂഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്താൽ പറയാൻ പറഞ്ഞതാണ് ഈ നോർമൽ എക്സിക്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ, അതാണ് സാധാരണ നടക്കുന്ന എക്സിക്യൂഷൻ, ഡീഫാൾട്ട് എക്സിക്യൂഷൻ. ബാക്കി 2 എക്സിക്യൂഷൻ, ഒന്ന് സെലക്റ്റീവ് എക്സിക്യൂഷൻ ആണ്, രണ്ടാമത്തത് എന്താ ഐട്രേറ്റീവ് എക്സിക്യൂഷൻ ആണെന്ന് ഞാൻ പറഞ്ഞു. അത് സാധാരണ നോർമൽ കേസിൽ നടക്കില്ല. അത് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യണം, നമ്മൾ നടത്തണം, ഫോഴ്സ് ചെയ്തിട്ട് നടത്തണം, നിർബന്ധിച്ച് കമ്പൈലറെ കൊണ്ട് ചെയ്യിപ്പിക്കണം നമ്മൾ. അപ്പോൾ ആദ്യത്തെ ഒന്നാമത്തെ സെലക്റ്റീവ് എക്സിക്യൂഷൻ എന്താണെന്ന് നമ്മൾ ഈ പറഞ്ഞത് എന്താ, ഇപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു 8 സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്. പ്രോഗ്രാം കോഡ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അതിൽ 8 സ്റ്റേറ്റ്മെൻറ്റും
എക്സിക്യൂട്ട് ചെയ്യില്ല. സെലക്ട് ചെയ്ത സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. അപ്പോൾ എന്ന് പറഞ്ഞാൽ എന്താ, ചില പ്രോഗ്രാം കോഡിനെ എക്സിക്യൂഷനിൽ നിന്ന് ഒഴിവാക്കണം. അപ്പോൾ അതാണ് ഈ എക്സാമ്പിൾ പറഞ്ഞപ്പോൾ ഈ 4ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ പ്രോഗ്രാം കൺട്രോൾ 5ലേക്ക് വരാതെ നേരെ 7ക്ക് വരും, 7ാമത്തെ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് വരും. എന്നിട്ട് 7ഉം 8ഉം എക്സിക്യൂട്ട് ചെയ്യും. അങ്ങനെ എക്സിക്യൂട്ട് ചെയ്താലേ നമ്മളെ ഉദ്ദേശിച്ച ഔട്ട്പുട്ട് കിട്ടുള്ളൂ. അങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ചോദിക്കും, അപ്പോൾ ഇത് 2 എഴുതാണ്ടിരുന്നാൽ പോരെയെന്ന്. അല്ല, ഇനി വേറൊരു തവണ ഈ പ്രോഗ്രാം കോഡിനെ എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ വേറൊരു തവണ വേറെ 2 ടൈപ്പിലുള്ള ഇൻപുട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ വേറെ ഇൻപുട്ട് കൊടുത്തിട്ട് ഈ പ്രോഗ്രാം കോഡ് എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ, അപ്പോൾ അതിൻ്റെ ഉദാഹരണം പറയുകയാണെ, ഈ 4ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്തു 5ഉം 6ഉം എക്സിക്യൂട്ട് ചെയ്യും. പക്ഷേ ഇനി 7ഉം 8ഉം എക്സിക്യൂട്ട് ചെയ്യില്ല. അങ്ങനെ ആയിരിക്കാം. അപ്പോൾ പ്രോഗ്രാം കോഡൊന്നും ഒഴിവാക്കാൻ പറ്റില്ല. പ്രോഗ്രാം കോഡിൽ ഉണ്ടാവണം. അപ്പോൾ ചില സമയത്ത് പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ ഈ 2 സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യില്ല. വേറൊരു തവണ പ്രോഗ്രാം റൺ ചെയ്യുകയാണെങ്കിലോ ഈ ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യില്ല. അപ്പോൾ നമുക്ക് പ്രോഗ്രാം കോഡൊന്നും ഒഴിവാക്കാൻ പറ്റില്ല. പ്രോഗ്രാം കോഡിൽ അവിടെ ഉണ്ടായിരിക്കണം, എന്നാലേ നമ്മൾ ഉദ്ദേശിച്ച ഔട്ട്പുട്ട് കിട്ടുള്ളൂ. പക്ഷേ ഈ 8 സ്റ്റേറ്റ്മെൻറ്റും ഒരുമിച്ച് എക്സിക്യൂട്ട് ചെയ്യില്ല. അതിൽ ചില സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. സെലക്ട് ചെയ്ത സ്റ്റേറ്റ്മെൻറ്റുകളെ മാത്രം എക്സിക്യൂട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ വേറെ രീതിയിൽ പറയാം, എന്താ, ചില സ്റ്റേറ്റ്മെൻറ്റുകളെ എക്സിക്യൂഷനിൽ നിന്ന് ഒഴിവാക്കുക. എന്നാലേ ഉള്ളൂ നമ്മളാ വിചാരിച്ച ഔട്ട്പുട്ട് കിട്ടുള്ളൂ. അപ്പോൾ ആ ടൈപ്പ് എക്സിക്യൂഷനാണ് ഇത് സെലക്റ്റീവ് എക്സിക്യൂഷൻ. അപ്പോൾ അത് ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ സെലക്റ്റീവ് എക്സിക്യൂഷൻ കമ്പൈലർ സ്വയം ചെയ്യില്ല. കമ്പൈലർ സ്വയം ചെയ്യുന്നത് ഡീഫാൾട്ട് എക്സിക്യൂഷൻ ഏതാ, സീക്വൻഷ്യൽ എക്സിക്യൂഷനാണ്. അപ്പോൾ ഈ സെലക്റ്റീവ് എക്സിക്യൂഷൻ നമ്മൾ നടത്തണം, നമ്മൾ കമ്പൈലറെ കൊണ്ട് ചെയ്യിപ്പിക്കണം. അത് ചെയ്യിക്കാനാണ് ഈ സെലക്റ്റീവ് എക്സിക്യൂഷൻ നടത്താനാണ് ഏത് ഉപയോഗിക്കുന്നത്, കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കുന്നത്. സെലക്റ്റീവ് എക്സിക്യൂഷൻ നമ്മളെ പ്രോഗ്രാമിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യിക്കണമെങ്കിൽ അത് ഏതിൻ്റെ സഹായത്തോട് കൂടിയിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ, കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ സഹായത്തോട് കൂടിയിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. സീക്വൻഷ്യൽ എക്സിക്യൂഷൻ നടത്തണമെങ്കിൽ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ആവശ്യമില്ല. നമ്മൾ ആ ഓർഡറിൽ അങ്ങ് എഴുതി കൊടുത്താൽ മതി. 1ാമത് എക്സിക്യൂട്ട് ചെയ്യേണ്ട സ്റ്റേറ്റ്മെൻറ്റ് 1ാമത് എഴുതുക, 2ാമത് എക്സിക്യൂട്ട് ചെയ്യേണ്ട സ്റ്റേറ്റ്മെൻറ്റ് 2ാമത് എഴുതുക, 3ാമത് എക്സിക്യൂട്ട് ചെയ്യേണ്ട സ്റ്റേറ്റ്മെൻറ്റ് 3ാമത് എഴുതുക. അങ്ങനെ അങ്ങ് എഴുതി കൊടുത്താൽ മതി. ഓർഡറിൽ അങ്ങോട്ട് എഴുതി കൊടുത്താൽ മതി. കമ്പൈലർ ആ സീക്വൻഷ്യലായിട്ടാണ് എക്സിക്യൂട്ട് ചെയ്യുക, ആ ഓർഡറിലാണ് എക്സിക്യൂട്ട് ചെയ്യുക. പക്ഷേ ചില ഔട്ട്പുട്ട് കിട്ടണമെങ്കിൽ, നമ്മൾ ഉദ്ദേശിച്ച ഔട്ട്പുട്ട് കിട്ടണമെങ്കിൽ ഈ ഈ സീക്വൻഷ്യൽ എക്സിക്യൂഷൻ നടന്നാൽ നമ്മൾ ആ ഉദ്ദേശിച്ച ഔട്ട്പുട്ട് കിട്ടില്ല. നമ്മൾ ഉദ്ദേശിച്ച ഔട്ട്പുട്ട് കിട്ടണമെങ്കിൽ ഏത് എക്സിക്യൂഷൻ വേണ്ടി വരും, സെലക്റ്റീവ് എക്സിക്യൂഷൻ വേണ്ടി വരും. ഇനി അടുത്തൊരു എക്സിക്യൂഷനും കൂടെ ഉണ്ട്. ഏതാ നമ്മൾ പറഞ്ഞത്, ഐട്രേറ്റീവ് എക്സിക്യൂഷൻ. 3ാമത്തെ എക്സിക്യൂഷനാണ് ഏത്, ഐട്രേറ്റീവ് എക്സിക്യൂഷൻ. ഐട്രേറ്റീവ് എക്സിക്യൂഷൻ ഈ ഐട്രേറ്റീവ് എക്സിക്യൂഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളോട് പറഞ്ഞു, സാധാരണ കേസിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഒരു തവണ, ഇപ്പോൾ ഈ എക്സാമ്പിൾ എടുത്താൽ 1, 2, 3, 4 സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്. ഈ 4 സ്റ്റേറ്റ്മെൻറ്റും ഒരു തവണ എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. സാധാരണ കേസിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഒരു തവണ എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. പക്ഷേ നമുക്ക് നമ്മളെ പ്രോഗ്രാമിൻ്റെ ഔട്ട്പുട്ട്, നമ്മൾ ഉദ്ദേശിച്ച ഔട്ട്പുട്ട് കിട്ടണമെങ്കിൽ ചില സ്റ്റേറ്റ്മെൻറ്റുകൾ, നമ്മൾ എഴുതിയിട്ടുള്ള ചില സ്റ്റേറ്റ്മെൻറ്റുകളെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വീണ്ടും എക്സിക്യൂട്ട് ചെയ്യേണ്ടി വരും. സാധാരണ കേസിൽ കമ്പൈലർ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഒരൊറ്റ തവണ എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. അത് കഴിഞ്ഞാൽ കമ്പൈലർ അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും, പിന്നെ അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും, പിന്നെ അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. അങ്ങനെ സാധാരണ കേസിൽ എത്ര തവണ എക്സിക്യൂട്ട് ചെയ്യുള്ളൂ, ഒരു തവണ എക്സിക്യൂട്ട് ചെയ്യുള്ളൂ സാധാരണ കേസിൽ. പക്ഷേ നമ്മൾ ഉദ്ദേശിച്ച ഔട്ട്പുട്ട് കിട്ടണമെങ്കിൽ നമ്മൾ ആ എഴുതിയിട്ടുള്ള പ്രോഗ്രാം കോഡിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകളെ വീണ്ടും എക്സിക്യൂട്ട് ചെയ്യിക്കേണ്ടി വരും. ഉദാഹരണത്തിന് ഇപ്പോൾ ഈ 2 സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്തു, ഇനി ഈ 3ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്തു. ഇനി ശരിക്കും എവിടേക്കാണ് പോകേണ്ടത്, 4ാമത്തെ സ്റ്റേറ്റ്മെൻറ്റിലേക്കാണ് പോകേണ്ടത്. പക്ഷേ ഇവിടേക്ക് പോകാണ്ട് ഈ 3ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് വീണ്ടും ഒരു തവണയും കൂടി എക്സിക്യൂട്ട് ചെയ്യുക. എന്നിട്ട് ശരിക്കും വീണ്ടും ഇങ്ങോട്ട് തന്നെ വരാം. ഇത് വീണ്ടും ഇങ്ങോട്ട് തന്നെ വരാണ്ട വീണ്ടും ഈ 3ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് വീണ്ടും ഒരു തവണയും കൂടി എക്സിക്യൂട്ട് ചെയ്യുക. സാധാരണ എത്ര തവണ എക്സിക്യൂട്ട് ചെയ്യുള്ളൂ, ഒരു തവണ എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. പക്ഷേ ഇവിടെ എത്ര തവണ ആയിപ്പോൾ, 3 തവണ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യിപ്പിക്കുകയാണ്. 1ൽ കൂടുതൽ തവണ. ഒരു തവണ എക്സിക്യൂട്ട് ചെയ്തു, എന്നിട്ട് ശരിക്കും സംഭവിക്കേണ്ടത് ഇങ്ങോട്ടാണ് വരേണ്ടത്. പക്ഷേ ഇങ്ങോട്ട് വരുത്താതെ ഈ സ്റ്റേറ്റ്മെൻറ്റിന്, അപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ പറഞ്ഞിട്ടുള്ളൂ, ഒരു കൂട്ടം സ്റ്റേറ്റ്മെൻറ്റ് ആവാം, 4 സ്റ്റേറ്റ്മെൻറ്റിന് ഒരുമിച്ചാവാം. അപ്പോൾ നമ്മൾ ഈ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ 1, 2, 3 ഈ 3 സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്തു, എന്നിട്ട് 4ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്തു, 5ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്തു. എന്നിട്ട് ഈ 6ാമത്തെ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പോവാതെ വീണ്ടും 4ാമത്തെ ഇങ്ങോട്ട് തന്നെ വന്നിട്ട് പ്രോഗ്രാം കൺട്രോൾ ഈ 4ാമത്തേതിലേക്ക് തന്നെ വന്നിട്ട് ഈ 4ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുക, വീണ്ടും 5ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുക. എന്നിട്ട് വീണ്ടും 6ലേക്ക് പോവാണ്ട വീണ്ടും 4ലേക്ക് തന്നെ വരിക. എന്നിട്ട് വീണ്ടും അത് ഈ 4, 5 വീണ്ടും എക്സിക്യൂട്ട് ചെയ്യുക. എന്നിട്ട് വീണ്ടും തന്നെ 6ാമത്തേക്ക് പോവാണ്ട് വീണ്ടും 4, 5 വീണ്ടും എക്സിക്യൂട്ട് ചെയ്യുക. അങ്ങനെ ഒരു 10 തവണ. ഒരു ഉദാഹരണം പറയുകയാണ്,
ഒരു 10 തവണ ഈ 4ാമത്തെ സ്റ്റേറ്റ്മെൻറ്റും 5ാമത്തെ സ്റ്റേറ്റ്മെൻറ്റും എന്ത് ചെയ്യുക, റിപ്പീറ്റ് ചെയ്തിട്ട് എക്സിക്യൂട്ട് ചെയ്യേണ്ടി വരും. അങ്ങനെ എക്സിക്യൂട്ട് ചെയ്താലേ നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച ഔട്ട്പുട്ട് കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ നോക്കിയേ, ഈ സ്റ്റേറ്റ്മെൻറ്റ് ഒരു തവണ എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ളൂ, ഈ സ്റ്റേറ്റ്മെൻറ്റ് ഒരു തവണ എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ളൂ, ഈ സ്റ്റേറ്റ്മെൻറ്റ് 3ാമത്തെ സ്റ്റേറ്റ്മെൻറ്റും ഒരു തവണ എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ളൂ. പക്ഷേ 4, 5 എത്ര തവണ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടാവും? ഉദാഹരണം പറയാണ്, 10 തവണ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അടുത്ത 6ാമത്തിലേക്ക് വരുള്ളൂ. 6ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഒരു തവണ എക്സിക്യൂട്ട് ചെയ്തു, 7ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഒരു തവണ എക്സിക്യൂട്ട് ചെയ്തു, 8ാമത്തെ സ്റ്റേറ്റ്മെൻറ്റും ഒരു തവണ എക്സിക്യൂട്ട് ചെയ്തു. അപ്പോൾ ഈ എക്സിക്യൂഷൻ നോക്കിയേ, ആദ്യത്തെ 3 സ്റ്റേറ്റ്മെൻറ്റും ഓരോ തവണ എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ളൂ. പക്ഷേ 4ാമത്തെ 5ാമത്തെയോ 10 പ്രാവശ്യം വീണ്ടും വീണ്ടും എക്സിക്യൂട്ട് ചെയ്യിക്കുകയാണ്. ആ ടൈപ്പ് എക്സിക്യൂഷനാണ് ഇത് ഐട്രേറ്റീവ് എക്സിക്യൂഷൻ. ഒന്നോ അതിലധികമോ സ്റ്റേറ്റ്മെൻറ്റുകളെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ട് എക്സിക്യൂട്ട് ചെയ്യിക്കുക. കമ്പൈലറിനെ കൊണ്ട് വീണ്ടും വീണ്ടും എക്സിക്യൂട്ട് ചെയ്യിക്കുക. അത് കമ്പൈലർ സ്വയം ചെയ്യില്ല, അത് നമ്മൾ ചെയ്യിക്കണം. ഈ ഐട്രേറ്റീവ് എക്സിക്യൂഷനും ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഏത് സ്റ്റേറ്റ്മെൻറ്റാണ് ഉപയോഗിക്കുന്നത്? കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഡെഫിനിഷൻ. കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? സെലക്റ്റീവ് എക്സിക്യൂഷനും ഐട്രേറ്റീവ് എക്സിക്യൂഷനും നമ്മുടെ പ്രോഗ്രാം കോഡിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാനാണ് ഏത് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കുന്നത്? കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കുന്നത്. അതല്ലെങ്കിൽ വേറെ രൂപത്തിൽ പറയാം, എന്താ, സാധാരണ എക്സിക്യൂഷൻ ഏതാണ്? നോർമൽ എക്സിക്യൂഷനാണ് ഇത്, സീക്വൻഷ്യൽ എക്സിക്യൂഷൻ. അതിനെ ചേഞ്ച് ചെയ്യാൻ സാധാരണ ഇപ്പം നമ്മൾ പ്രോഗ്രാം കോഡ് എഴുതി, ഈ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ് ഇല്ലാണ്ട് നമ്മൾ പ്രോഗ്രാം കോഡ് എഴുതി. അപ്പോൾ ഇവിടെ നടക്കുന്ന എക്സിക്യൂഷൻ ഏതാണ്? സീക്വൻഷ്യൽ എക്സിക്യൂഷനാണ്, നോർമൽ എക്സിക്യൂഷനാണ്, ഡീഫാൾട്ട് എക്സിക്യൂഷനാണ്. അതാണ് ഡീഫാൾട്ട് എക്സിക്യൂഷൻ. സീക്വൻഷ്യൽ എക്സിക്യൂഷൻ എന്ന് പറഞ്ഞ എക്സിക്യൂഷനാണ് ഇത് ഡീഫാൾട്ട് എക്സിക്യൂഷൻ. അതിനെ ആ എക്സിക്യൂഷനിൽ നിന്നും മാറ്റം വരുത്താനാണ് ഏത് ഉപയോഗിക്കുന്നത്? കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മളെ പ്രോഗ്രാമിൽ സെലക്റ്റീവ് എക്സിക്യൂഷനും ഐട്രേറ്റീവ് എക്സിക്യൂഷനും ഇംപ്ലിമെൻറ്റ് ചെയ്യാനാണ് ഏത് ഉപയോഗിക്കുന്നത്? കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉപയോഗിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും 2 ടൈപ്പിലുള്ള കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാവും. ഏതൊക്കെ? ഒന്ന് സെലക്റ്റീവ് എക്സിക്യൂഷൻ നടത്താനുള്ള കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാകും, അതേപോലെ തന്നെ ഐട്രേറ്റീവ് എക്സിക്യൂഷൻ നടത്താനുള്ള കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റിനെ 2 കാറ്റഗറി ആക്കി ഡിവൈഡ് ചെയ്യാം. 2 കാറ്റഗറി ആക്കി ഡിവൈഡ് ചെയ്യാം കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റിനെ. ഒന്നാമത്തെ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ് ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്. രണ്ടാമത്തെ കാറ്റഗറി ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റ്. കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റിനെ 2 കാറ്റഗറി ആക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. C++ലുള്ള കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റിനെ 2 കാറ്റഗറി ആക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ കാറ്റഗറി ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്, രണ്ടാമത്തെ കാറ്റഗറി ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഈ ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റിനെ നമുക്ക് വേറൊരു പേര് പറയാം, സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്. സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്. ഈ ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റിന് നമുക്ക് വേറൊരു പേര് പറയാം, ഐട്രേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. ഐട്രേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഈ പേരിൽ നിന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റും കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഉപയോഗം എന്താ? സെലക്റ്റീവ് എക്സിക്യൂഷനും ഐട്രേറ്റീവ് എക്സിക്യൂഷനും ഇംപ്ലിമെൻറ്റ് ചെയ്യാനാണല്ലോ, നമ്മുടെ പ്രോഗ്രാമിൽ നടത്താനാണല്ലോ ഏത് ഉപയോഗിക്കുന്നത്? കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യും? 2 സെക്ഷൻ, 2 ടൈപ്പിലുള്ള കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാകും. അതിലൊന്നാണ് എന്ത്? ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്. രണ്ടാമത്തെ സെക്ഷനാണ് ഏത്? ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റ്. ഈ ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ വേറൊരു പേരാണെന്ത്? സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് ഈ പേരിലല്ല, സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ള പേരിലല്ല. സാധാരണ അറിയപ്പെടുന്നത് ഏതാണ്? ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അതേപോലെ തന്നെ രണ്ടാമത്തെ സെക്ഷൻ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. അതിന് പറഞ്ഞ വേറൊരു പേരാണെന്ത്? ഐട്രേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഈ ലാസ്റ്റ് 2 പേരിൽ നിന്ന് നമുക്ക് അതിൻ്റെ പർപ്പസ് ഗസ് ചെയ്യാൻ പറ്റും. എന്താ? സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്, സെലക്റ്റീവ് എക്സിക്യൂഷൻ. നമ്മുടെ പ്രോഗ്രാമിൽ സെലക്റ്റീവ് എക്സിക്യൂഷൻ നടത്താനാണ് ഏത് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കുന്നത്? ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കുന്നത്. നമ്മുടെ പ്രോഗ്രാമിൽ സെലക്റ്റീവ് എക്സിക്യൂഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്യാനാണ്, സെലക്റ്റീവ് എക്സിക്യൂഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്യാനാണ് ഏത് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കുന്നത്? ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കുന്നത്. ഏതിലുള്ള? കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സിലുള്ള ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഉപയോഗം എന്താണ്? നമ്മുടെ പ്രോഗ്രാമിൽ സെലക്റ്റീവ് എക്സിക്യൂഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്യാനാണ്. സെലക്റ്റീവ് എക്സിക്യൂഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്യാനാണ്. അപ്പോൾ അടുത്തത് ഏതാ? ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റാണ്. അതിന് പറഞ്ഞ വേറൊരു പേരാണെന്ത്? ഐട്രേഷൻ സ്റ്റേറ്റ്മെൻറ്റ്, ഐട്രേറ്റീവ് എക്സിക്യൂഷൻ.
ഐട്രേറ്റീവ് എക്സിക്യൂഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്യാനാണ് നമ്മുടെ പ്രോഗ്രാമിൽ ഐട്രേറ്റീവ് എക്സിക്യൂഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്യാനാണ് ഏത് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കുന്നത്? ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കുന്നത്, അതല്ലെങ്കിൽ ഐട്രേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കുന്നത്. ഐട്രേറ്റീവ് എക്സിക്യൂഷൻ. അപ്പോൾ ഐട്രേറ്റീവ് എക്സിക്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഉദ്ദേശിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിനെ ഒന്നോ അതിലധികമോ സ്റ്റേറ്റ്മെൻറ്റുകളെ വീണ്ടും 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 നമുക്ക് എത്ര തവണ നമുക്ക് തീരുമാനിക്കാം. 10 തവണ, 20 തവണ, 500 തവണ, 1000 തവണ, 10000 തവണ, എത്ര തവണ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? റിപ്പീറ്റ് ചെയ്തിട്ട് എക്സിക്യൂട്ട് ചെയ്യിക്കാം. സാധാരണ എത്ര തവണ എക്സിക്യൂട്ട് ചെയ്യുള്ളൂ? നോർമൽ കേസിൽ ഒരു തവണ എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. ഇവിടെ ഈ ഐട്രേഷൻ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ സഹായത്തോടു കൂടി, ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് എന്ത് ചെയ്യുക? നമ്മൾ ഉദ്ദേശിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സുകളെ വീണ്ടും 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 എക്സിക്യൂട്ട് ചെയ്യിക്കാം. അപ്പോൾ ഐട്രേറ്റീവ് എക്സിക്യൂഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്യാനാണ് ഏത് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കുന്നത്? ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കുന്നത്. സെലക്റ്റീവ് എക്സിക്യൂഷൻ നടത്താനാണ് ഏത്? ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കുന്നത്. അതിൽ ഓരോന്നും ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്, ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്നുള്ളതാണ് നമുക്കിനി പഠിക്കാനുള്ളത്. അപ്പോൾ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റിനെ 2 കാറ്റഗറി ആക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ളൊരു കാറ്റഗറി ഉണ്ട്. രണ്ടാമത്തെ കാറ്റഗറി ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ളൊരു കാറ്റഗറി ഉണ്ട്. ഇനി ഇതിൽ നമുക്ക് ആദ്യം ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ചൊന്ന് ഡിസ്കസ് ചെയ്യും. ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ് 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് ഈഫ് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്, രണ്ടാമത്തത് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്. ഈഫ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്. ഇത് കീവേഡാണ് കേട്ടോ. ഈഫ്, സ്വിച്ചും കീവേഡാണ്. അപ്പോൾ നമ്മൾ കീവേഡ്സിനെ കുറിച്ച് പഠിച്ചിട്ടില്ലേ നമ്മൾ 1ാമത്തെ ചാപ്റ്ററിൽ? ആ കീവേഡിൽ വരുന്നൊരു കീവേഡാണ് ഏത്? ഈഫ്. അതേപോലെ തന്നെ സ്വിച്ച് എന്ന് പറയുന്നൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ഈ 2 സ്റ്റേറ്റ്മെൻറ്റും ഏത് കാറ്റഗറിയിൽ വരുന്നതാണ്? ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റിൽ വരുന്നതാണ്. ഇവിടുത്തെ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റിലെ ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റിൽ വരുന്നതാണ് ഏത്? ഒന്ന് ഈഫ് സ്റ്റേറ്റ്മെൻറ്റും രണ്ടാമത്തത് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റും. അതേപോലെ ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റിൽ വരുന്നത്, അതല്ലെങ്കിൽ ഐട്രേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റിൽ വരുന്നത് 3 ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റ് വരുന്നുണ്ട്. ഒന്ന് ഫോർ ലൂപ്പ് എന്ന് പറഞ്ഞൊരു ലൂപ്പുണ്ട്, രണ്ടാമത്തത് വൈൽ ലൂപ്പ് എന്ന് പറഞ്ഞൊരു ലൂപ്പുണ്ട്, മൂന്നാമത്തത് ഡു വൈൽ ലൂപ്പ് എന്ന് പറഞ്ഞൊരു ലൂപ്പുണ്ട്. സാധാരണ എഴുതുക ഡു എന്ന് കഴിഞ്ഞിട്ട് 2 or 3 ഡോട്ട് ഇട്ടിട്ട് വേണം വൈൽ എന്ന് എഴുതാൻ. ആദ്യം ഒന്നാമത്തെ ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റ് ഫോർ ലൂപ്പ് എന്ന് പറയുന്ന ലൂപ്പ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. രണ്ടാമത്തത് വൈൽ ലൂപ്പ് എന്ന് പറയുന്ന ലൂപ്പ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. മൂന്നാമത്തത് ഡു വൈൽ ലൂപ്പ് എന്ന് പറയുന്ന ലൂപ്പ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഡു പിന്നെ 2 or 3 ഡോട്ട് പിന്നെ വൈൽ. അപ്പം അങ്ങനെ 3 ലൂപ്പ് സ്റ്റേറ്റ്മെൻ്റ് ആണ് എവിടെ ഉള്ളത്? ഈ കൺട്രോൾ സ്ട്രക്ചറിലുള്ളത്. ഏതൊക്കെയാ? ഫോർ ലൂപ്പ് എന്ന് പറയുന്ന ഒരു ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റ്, വൈൽ ലൂപ്പ് എന്ന് പറഞ്ഞൊരു ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റ്, ഡു വൈൽ ലൂപ്പ് എന്ന് പറയുന്ന ഒരു ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റ്. ഇതെന്തിനാണ് ഉപയോഗിക്കുന്നത്? ഈ ഫോർ ലൂപ്പ് ഉപയോഗിച്ചിട്ടും വൈൽ ലൂപ്പ് ഉപയോഗിച്ചിട്ടും ഡു വൈൽ ലൂപ്പ് ഉപയോഗിച്ചിട്ടും നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? നമ്മൾ ഉദ്ദേശിക്കുന്ന ഒന്നോ അതിലധികമോ സ്റ്റേറ്റ്മെൻറ്റുകളെ വീണ്ടും 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 എക്സിക്യൂട്ട് ചെയ്യിക്കാം. അപ്പം മൊത്തം എത്ര സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്? ഈഫ്, സ്വിച്ച്, ഫോർ, വൈല്, ഡു വൈല്, ഇങ്ങനെ 5 എണ്ണമാണ്. ഈഫ് ഇതൊരു കീവേഡാണ്, സ്മോൾ ലെറ്ററിൽ തന്നെ എഴുതണം ഈഫ്. രണ്ടാമത്തതും ഒരു കീവേഡാണ് സ്വിച്ച്. അടുത്തത് ഫോർ ഒരു കീവേഡാണ്, ഫോർ ലൂപ്പ്. ഇതൊരു ഫോർ എന്നാണ് ലൂപ്പിൻ്റെ പേര്, ഫോർ ലൂപ്പ്. പിന്നെ അടുത്ത ലൂപ്പിൻ്റെ പേരെന്താ? വൈല്. ഇതും ഒരു കീവേഡാണ്, വൈൽ എന്നുള്ളത് കീവേഡാണ്. അതേപോലെ ഡു എന്നുള്ളതൊരു കീവേഡാണ്, വൈൽ വേറൊരു കീവേഡ്. അപ്പോൾ ഡു ഇത് എഴുതുന്നൊരു സിൻടാക്സ് ഉണ്ട്, അതിപ്പോൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മളിപ്പോൾ എത്ര കീവേഡ് പഠിച്ചു? 1, 2, 3, 4, 5, 6 കീവേഡ് പഠിച്ചു ഇവിടെ തന്നെ. ഒന്നേതാ? ഈഫ് എന്നുള്ള കീവേഡ്, 2 സ്വിച്ച് എന്നുള്ള കീവേഡ്, അടുത്തത് ഫോർ എന്നുള്ള കീവേഡ്, അടുത്തത് വൈൽ എന്നുള്ള കീവേഡ്, അടുത്തത് ഡു എന്നുള്ള കീവേഡ്, അടുത്തത് വൈൽ എന്നുള്ള കീവേഡ്. ഈ വൈൽ ഓൾറെഡി ഇവിടെ വരുന്നതാണ്. അപ്പോൾ ഡു വൈലിലെ വൈൽ എന്നുള്ള കീവേഡ്. അപ്പോൾ ഇതൊക്കെ എന്താ? ഈ ആദ്യത്തെ ഈ 2 എണ്ണം ഈഫ് സ്റ്റേറ്റ്മെൻറ്റും സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റും ഏതിൽ വരുന്നതാണ്? ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റിൽ വരുന്നതാണ്. അതേപോലെ ഫോർ, വൈല്, ഡു വൈല് ഏതിൽ വരുന്നതാണ്? ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റിൽ വരുന്നതാണ്. അപ്പോൾ ഇത് ഈ 5 സ്റ്റേറ്റ്മെൻറ്റുകളെ കുറിച്ചാണ് നമുക്കിനി പഠിക്കാനുള്ളത്. ഈഫ് സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ച് പഠിക്കണം, സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ച് പഠിക്കണം, ഫോർ ലൂപ്പിനെ കുറിച്ച് പഠിക്കണം, വൈൽ ലൂപ്പിനെ കുറിച്ച് പഠിക്കണം, ഡു വൈൽ ലൂപ്പിനെ കുറിച്ച് പഠിക്കണം. ഇതൊക്കെ ഏതിൽ വരുന്നതാണ്? കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റിൽ വരുന്നതാണ്. അതിൽ ആദ്യത്തെ 2 എണ്ണം ഈഫും സ്വിച്ചും ഏതിൽ വരുന്നതാണ്? ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റിൽ വരുന്നതാണ്. അതെന്തിനാണ് ഉപയോഗിക്കുന്നത്? സെലക്റ്റീവ് എക്സിക്യൂഷൻ നടത്താനാണ്. നമ്മുടെ പ്രോഗ്രാമിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രോഗ്രാം കോഡിനെ എക്സിക്യൂട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ എന്താ നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രോഗ്രാം കോഡിനെ എക്സിക്യൂഷൻ ഒഴിവാക്കാനാണ്.
അങ്ങനെ വേണമെങ്കിൽ പറയാം. അടുത്ത ഫോറും വൈലും ഡു വൈലും ഏതിന് എക്സാമ്പിളാണ്? ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റിന് എക്സാമ്പിളാണ്. അതെന്തിനാണ് ഉപയോഗിക്കുന്നത്? നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മളെ പ്രോഗ്രാം കോഡിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകളെ വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ട് എക്സിക്യൂട്ട് ചെയ്യിക്കാനാണ് ഏത് ഉപയോഗിക്കുന്നത്? ഈ ഫോർ ലൂപ്പും വൈൽ ലൂപ്പും ഡു വൈൽ ലൂപ്പും ഉപയോഗിക്കുന്നത്. ഇനി അതിലെ ഒന്നാമത്തെ ഏതിലെ ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റിലെ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് കൺസിഡർ ചെയ്യാം. ഏത്? ഈഫ് സ്റ്റേറ്റ്മെൻറ്റ്. ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഇനി ഈഫ് സ്റ്റേറ്റ്മെൻറ്റിനും ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. 3-4 ടൈപ്പിലുള്ള ഈഫ് സ്റ്റേറ്റ്മെൻറ്റുകൾ വരുന്നുണ്ട്. പക്ഷേ എനിവേ ആദ്യം നമ്മൾ ഈഫ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് കോമൺ ആയിട്ടൊരു കൺസെപ്റ്റ് നമുക്ക് ആദ്യം പഠിക്കണം. അപ്പോൾ ഈഫ് സ്റ്റേറ്റ്മെൻറ്റ് എന്തിനാണ്? ഈഫ് സ്റ്റേറ്റ്മെൻറ്റ് ഏതിൽ വരുന്നതാണ്? ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റിൽ വരുന്നതാണ്. ഏത്? ഈഫ് സ്റ്റേറ്റ്മെൻറ്റ്. ഏതിലുള്ള? കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റിലെ ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റിലാണ് ഏത് വരുന്നത്? ഈഫ് സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത്. അപ്പോൾ ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? സെലക്റ്റീവ് എക്സിക്യൂഷൻ നടത്താനാണ്. അപ്പോൾ അതിലത്തെ ഒന്നാമത്തെ ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റിലെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റാണ് ഏത്? ഈഫ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഈ ഈഫ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ കൺസിഡർ ചെയ്താൽ ഇതിനൊരു കോമൺ സിൻറ്റാക്സ് ഉണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ഈഫ് എന്നുള്ള കീവേഡ് എഴുതും. എന്നിട്ട് പരാന്തസിസ് ഓപ്പൺ ചെയ്യും. ഈ ബ്രാക്കറ്റ് കർവ്ഡ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യും. എന്നിട്ട് അവിടെ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ടെസ്റ്റ് എക്സ്പ്രഷൻ എഴുതും. ടെസ്റ്റ് എക്സ്പ്രഷൻ. എന്നിട്ട് പരാന്തസിസ് ക്ലോസ് ചെയ്യും. ആദ്യം ഈഫ് എന്നുള്ള കീവേഡ് സ്മോൾ ലെറ്ററിലാണ്, അത് എഴുതും. എന്നിട്ട് പരാന്തസിസ് ഓപ്പൺ ചെയ്യും. അതിൻ്റെ ഉള്ളിൽ ടെക്സ്റ്റ് എക്സ്പ്രഷൻ എഴുതും. ഇവിടെ ഈ ടെക്സ്റ്റ് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ ഒന്നല്ലെങ്കിൽ റിലേഷണൽ എക്സ്പ്രഷൻ ആവാം. റിലേഷണൽ എക്സ്പ്രഷൻ, അല്ലെങ്കിൽ ലോജിക്കൽ എക്സ്പ്രഷൻ. നമ്മൾ പഠിച്ചിട്ടുണ്ടത് അരിത്തമെറ്റിക്കൽ എക്സ്പ്രഷൻ, റിലേഷണൽ എക്സ്പ്രഷൻ, ലോജിക്കൽ എക്സ്പ്രഷൻ. ഈ റിലേഷണൽ എക്സ്പ്രഷൻ്റെയും ലോജിക്കൽ എക്സ്പ്രഷൻ്റെയും ഔട്ട്പുട്ട് എന്തായിരിക്കും എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ ടെക്സ്റ്റ് എക്സ്പ്രഷനായിട്ട് നമ്മൾ കൊടുക്കുക സാധാരണ എന്താണ്? ഒന്നല്ലെങ്കിൽ റിലേഷണൽ എക്സ്പ്രഷൻ ആണ് കൊടുക്കുക, അല്ലെങ്കിൽ ലോജിക്കൽ എക്സ്പ്രഷൻ ആണ് കൊടുക്കുക. ഈ റിലേഷണൽ എക്സ്പ്രഷൻ ഞാൻ എക്സാമ്പിൾ പറയുകയാണെ, എ ഗ്രേറ്റർ ദാൻ ബി. ഇങ്ങനെ ഇതൊരു റിലേഷണൽ എക്സ്പ്രഷൻ എക്സാമ്പിളാണ്. വേറൊരു എക്സാമ്പിൾ എ ലെസ് ദാൻ സി, എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വൈ. ഇതൊക്കെ ഉണ്ടല്ലോ. ഇതൊക്കെയാണ് ഈ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വൈ, അതേപോലെ തന്നെ എ ലെസ് ദാൻ സി, അതേപോലെ തന്നെ എ ഗ്രേറ്റർ ദാൻ ബി. ഇതൊക്കെയാണ് ഏതിന് എക്സാമ്പിൾ? റിലേഷണൽ എക്സ്പ്രഷൻ എക്സാമ്പിൾ. അപ്പോൾ ഇതേപോലത്തെ റിലേഷണൽ എക്സ്പ്രഷൻ ആവും ചിലപ്പോൾ ഇവിടെ വരിക. അതല്ലെങ്കിൽ ലോജിക്കൽ എക്സ്പ്രഷൻ വരാം. ലോജിക്കൽ എക്സ്പ്രഷൻ എന്താണ്? എക്സാമ്പിൾ എ ഗ്രേറ്റർ ദാൻ ബി ആൻഡ് ലോജിക്കൽ ഓപ്പറേറ്ററിൻ്റെ സഹായത്തോടു കൂടി നമ്മൾ എഴുതുക. ഇതൊരു ലോജിക്കൽ എക്സ്പ്രഷനാണ്. എ ഗ്രേറ്റർ ദാൻ ബി ആൻഡ് എ ഗ്രേറ്റർ ദാൻ സി. ഇതൊരു ലോജിക്കൽ എക്സ്പ്രഷനാണ്. അപ്പോൾ ഇതേപോലത്തെ ലോജിക്കൽ എക്സ്പ്രഷനോ അതല്ലെങ്കിൽ ഇതേപോലത്തെ എ ഗ്രേറ്റർ ദാൻ ബി, എ ലെസ് ദാൻ സി, എ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു വൈ, ഇതേപോലത്തെ റിലേഷണൽ എക്സ്പ്രഷനാണ് എന്തായിട്ട് വരിക? ടെക്സ്റ്റ് എക്സ്പ്രഷനായിട്ട് നമ്മൾ സാധാരണ കൊടുക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്താ വരിക? ഈ റിലേഷണൽ എക്സ്പ്രഷൻ്റെ ഔട്ട്പുട്ട് എ ഗ്രേറ്റർ ദാൻ ബി ഇതിൻ്റെ ഔട്ട്പുട്ടാണെങ്കിലും, എ ലെസ് ദാൻ സി ഇതിൻ്റെ ഔട്ട്പുട്ടാണെങ്കിലും, എ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു വൈ ഇതിൻ്റെ ഔട്ട്പുട്ടാണെങ്കിലും ട്രൂ ഓർ ഫാൾസാണ് കിട്ടുക. C++ൽ 1 അല്ലെങ്കിൽ 0. 1 എന്ന് പറഞ്ഞാൽ ട്രൂ എന്നാണ്, ഫാൾസ് 0 എന്ന് പറഞ്ഞാലോ ഫാൾസ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് ഈ റിലേഷണൽ എക്സ്പ്രഷൻ്റെ ഔട്ട്പുട്ട് ഒന്നല്ലെങ്കിൽ എന്ത് കിട്ടും? ട്രൂ കിട്ടും, അല്ലെങ്കിൽ ഫാൾസ് കിട്ടും. അതേപോലെ തന്നെയാണ് ലോജിക്കൽ എക്സ്പ്രഷൻ്റെ ഔട്ട്പുട്ട് എന്താണ്? ഒന്നല്ലെങ്കിൽ ട്രൂ കിട്ടും, അല്ലെങ്കിൽ ഫാൾസ് കിട്ടും. അപ്പോൾ ഒന്നുകൂടി പറയുകയാണെങ്കിൽ ഈഫ് കഴിഞ്ഞിട്ട് നമ്മൾ ബ്രാക്കറ്റിൽ പരാന്തസിൻ്റെ ഉള്ളിൽ എന്ത് കൊടുക്കും? ഒരു ടെക്സ്റ്റ് എക്സ്പ്രഷൻ കൊടുക്കും. ഈ ടെക്സ്റ്റ് എക്സ്പ്രഷനായിട്ട് നമ്മൾ കൊടുക്കുക ഏതാണ്? ഒന്നല്ലെങ്കിൽ റിലേഷണൽ എക്സ്പ്രഷൻ ആണ്, അതല്ലെങ്കിൽ ലോജിക്കൽ എക്സ്പ്രഷൻ ആണ്. രണ്ടാണെങ്കിലും അതിൻ്റെ ഔട്ട്പുട്ട് എന്താ കിട്ടുക? ഒന്നല്ലെങ്കിൽ ട്രൂ കിട്ടും, അല്ലെങ്കിൽ ഫാൾസ് കിട്ടും. ഇനി ഇതിൻ്റെ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ എക്സ്പ്രഷൻ ഉണ്ടല്ലോ. ഈ ഈഫ് എന്ന് കഴിഞ്ഞ് കൊടുത്ത് ഈഫ് എന്ന കീവേഡിന് ശേഷം പരാന്തസിൻ്റെ ഉള്ളിൽ കൊടുക്കുന്ന ടെക്സ്റ്റ് എക്സ്പ്രഷൻ്റെ ഔട്ട്പുട്ട് ഇല്ലേ, ഈ ഔട്ട്പുട്ടിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഏത് കോഡാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്, ഏത് കോഡാണ് എക്സിക്യൂഷനിൽ നിന്ന് ഒഴിവാക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ ഈ ടെക്സ്റ്റ് എക്സ്പ്രഷൻ്റെ ഔട്ട്പുട്ട് എന്താ കിട്ടുക? ഒന്നല്ലെങ്കിൽ ട്രൂ കിട്ടും, അല്ലെങ്കിൽ ഫാൾസ് കിട്ടും. അപ്പോൾ ഈ ടെക്സ്റ്റ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് എന്താ വരിക? സാധാരണ ഒന്നല്ലെങ്കിൽ റിലേഷണൽ എക്സ്പ്രഷൻ ആണ് നമ്മൾ കൊടുക്കുക. റിലേഷണൽ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് ഉപയോഗിച്ചിട്ട് എഴുതുന്ന എക്സ്പ്രഷൻ. ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഈക്വൽ ടു, നോട്ട് ഈക്വൽ ടു, ഈ ഓപ്പറേറ്റേഴ്സ് ഉപയോഗിച്ചിട്ട് എഴുതുന്ന ഓപ്പറേഷനെയാണ് എന്തെന്ന് പറയുന്നത്? റിലേഷണൽ എക്സ്പ്രഷൻ എന്ന് പറയുക.
ആ റിലേഷണൽ എക്സ്പ്രഷൻ എന്തായിട്ട് വരാറുണ്ട്? ടെസ്റ്റ് എക്സ്പ്രഷനായിട്ട് വരാറുണ്ട്. അതല്ലെങ്കിൽ ലോജിക്കൽ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ആൻഡ്, ഓർ, നോട്ട്, ഈ ഓപ്പറേറ്റേഴ്സ് ഉപയോഗിച്ചിട്ട് എഴുതിയ ഓപ്പറേഷൻ ഇതും എന്തായിട്ട് വരാറുണ്ട്? ടെക്സ്റ്റ് എക്സ്പ്രഷനായിട്ട് വരാറുണ്ട്. അപ്പോൾ ഈ ടെക്സ്റ്റ് എക്സ്പ്രഷൻ നമ്മൾ ബേസിക് ആയിട്ട് എടുക്കുകയാണ്. അത് റിലേഷണൽ എക്സ്പ്രഷൻ ആണെങ്കിലും വേണ്ടിയില്ല, ലോജിക്കൽ എക്സ്പ്രഷൻ ആണെങ്കിലും വേണ്ടിയില്ല, അതിൻ്റെ ഔട്ട്പുട്ട് എന്തേ കിട്ടുള്ളൂ? ഒന്നല്ലെങ്കിൽ ട്രൂ അല്ലെങ്കിൽ ഫാൾസേ കിട്ടുള്ളൂ. ആ എക്സ്പ്രഷൻ്റെ അപ്പോൾ ഈഫ് എന്ന് കഴിഞ്ഞ് കീവേഡിന് ശേഷം നമ്മൾ കൊടുത്തിട്ടുള്ള ടെസ്റ്റ് എക്സ്പ്രഷൻ്റെ റിസൾട്ട് എന്താണോ, ഇറ്റ് മേ ബി ട്രൂ ഓർ ഫാൾസ്, ആ റിസൾട്ട് എന്താണോ ആ റിസൾട്ടിനനുസരിച്ചിട്ടായിരിക്കും അതിന് താഴെയുള്ള ഏത് കോഡാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കുന്നത്. ചിലപ്പം ഈ 2 കോഡ് എക്സിക്യൂട്ട് ചെയ്യും, അതല്ലെങ്കിലോ ഈ 2 കോഡ് എക്സിക്യൂട്ട് ചെയ്യും, അതല്ലെങ്കിലോ ഈ 2 കോഡ് എക്സിക്യൂട്ട് ചെയ്യും. ഒരു ഉദാഹരണം പറയാണ്, ഇതിൻ്റെ ഈ എക്സ്പ്രഷൻ്റെ വാല്യൂ ഇല്ലേ, ബ്രാക്കറ്റിൽ കൊടുക്കുന്ന ടെക്സ്റ്റ് എക്സ്പ്രഷൻ ഇല്ലേ, ആ ടെക്സ്റ്റ് എക്സ്പ്രഷൻ്റെ വാല്യൂ ഔട്ട്പുട്ട് എന്താണോ ആ ഔട്ട്പുട്ടിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അതിന് ശേഷമുള്ള കോഡിലെ ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് ഈ സ്റ്റേറ്റ്മെൻറ്റിൽ. ഇനി നമുക്ക് 1 by 1 ആയിട്ട് ഓരോന്നും ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ ഈഫ് സ്റ്റേറ്റ്മെൻറ്റ്, ഇത് ബേസിക് കൺസെപ്റ്റ് ആട്ടോ. ഈഫ് സ്റ്റേറ്റ്മെൻറ്റ് ഒരു 3 ടൈപ്പ് ഈഫ് സ്റ്റേറ്റ്മെൻറ്റ്, ശരിക്കും 4 ടൈപ്പ് ഈഫ് സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ പഠിക്കാണ്ട് ഫസ്റ്റ് ഇയറിൽ. പക്ഷേ ഫോക്കസ് ഏരിയയിൽ ലാസ്റ്റ് ഈഫ് സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ഒഴിവാക്കി തന്നിട്ടുണ്ട്. അവിടെ 3 മാത്രം നമുക്ക് പഠിച്ചാൽ മതി. ആകെ 3 ഈഫ് സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ഫസ്റ്റ് ഇയർ ഈ ഫോക്കസ് ഏരിയയിൽ പഠിക്കാനുള്ളൂ. ശരിക്കുള്ള സിലബസിൽ 4 ഈഫ് സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ച് പഠിക്കാണ്ട്, പക്ഷേ ഇവിടെ നമുക്ക് എത്രണ്ണേ പഠിക്കാനുള്ളൂ? 3 പഠിക്കാനുള്ളൂ. ഇനി ഈഫ് സ്റ്റേറ്റ്മെൻറ്റുകൾ ഏതൊക്കെ എന്നാണ് നമുക്കിനി ഡിസ്കസ് ചെയ്യാനുള്ളത്. ഈഫ് സ്റ്റേറ്റ്മെൻറ്റുകൾ ഒന്നാമത്തെ, എൻ്റെ പേര് ഈഫ് തന്നെയാണ്, ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഈഫ് സ്റ്റേറ്റ്മെൻറ്റ്. അതിൽ സിമ്പിൾ ഈഫ് സ്റ്റേറ്റ്മെൻറ്റും സാധാരണ വേണമെങ്കിൽ പറയാം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഒന്നാമത്തെ ഈഫ് സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ് അറിയപ്പെടുന്നത്. രണ്ടാമത്തെ ഈഫ് സ്റ്റേറ്റ്മെൻറ്റ് ഈഫ് എൽസ്, രണ്ടാമത്തെ ഈഫ് സ്റ്റേറ്റ്മെൻറ്റ്. ഇനി മൂന്നാമത്തെ ഈഫ് സ്റ്റേറ്റ്മെൻറ്റ് ഈഫ് എൽസ് ഈഫ്, മൂന്നാമത്തെ ഈഫ് സ്റ്റേറ്റ്മെൻറ്റ്. ഇങ്ങനെ 3 ഈഫ് സ്റ്റേറ്റ്മെൻറ്റുകളെ കുറിച്ചാണ് നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഒന്നാമത്തെ ഈഫ് സ്റ്റേറ്റ്മെൻറ്റ് 3 ഈഫ് സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് പഠിക്കാണ്ട് ബേസ്. ശരിക്കും എത്ര എണ്ണം ഉണ്ട്? ഞാൻ പറഞ്ഞു 4 ഈഫ് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്. ആദ്യത്തെ നാലാമത്തെ അത് കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡാണ്. ഈഫ് സ്റ്റേറ്റ്മെൻറ്റിൽ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഈഫ് സ്റ്റേറ്റ്മെൻറ്റ് ആണ് ഇത്, 4ാമത്തെ ഈഫ് സ്റ്റേറ്റ്മെൻറ്റ്. അത് നമ്മുടെ ഈ ഫോക്കസ് ഏരിയയിൽ നിന്ന് ഒഴിവാക്കി, ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ആദ്യത്തെ 3 ഈഫ് സ്റ്റേറ്റ്മെൻറ്റുകളെ നമുക്ക് പഠിക്കാനുള്ളൂ. അപ്പോൾ ഈഫ് സ്റ്റേറ്റ്മെൻറ്റ് 3 ടൈപ്പിലുള്ള ഈഫ് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്. ഒന്ന് സിമ്പിൾ ഈഫ് സ്റ്റേറ്റ്മെൻറ്റ്, അത് സാധാരണ ഈഫ് എന്ന പേരിൽ തന്നെയാണ് അറിയപ്പെടുക. രണ്ടാമത്തെ ഈഫ് സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്? ഈഫ് എൽസ്. രണ്ടാമത്തെ ഈഫ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പേരാണ് ഈഫ് എന്ന് എഴുതി ഒരു 2 ഡോട്ട് ഇട്ടിട്ട് എൽസ്. അപ്പോൾ പുതിയൊരു കീവേഡ് വന്നു എൽസ്. ഇപ്പോൾ തന്നെ നമ്മൾ പഠിച്ചു നോക്കി. ആദ്യം ഈഫ് എന്നുള്ളൊരു കീവേഡ് നമ്മൾ പഠിച്ചു, സ്വിച്ച് എന്നുള്ളൊരു കീവേഡ് പഠിച്ചു, ഫോർ എന്നുള്ളൊരു കീവേഡ് പഠിച്ചു, വൈൽ എന്നുള്ളൊരു കീവേഡ് പഠിച്ചു, പിന്നെ ഡു വൈൽ എന്നുള്ളൊരു കീവേഡ് പഠിച്ചു. അതിൽ ഡു ഒരു കീവേഡാണ്, വൈൽ പിന്നെ ആൾറെഡി നമ്മൾ പഠിച്ചു തന്നെയാണ്. പുതിയ കീവേഡുകൾ. അതേപോലെ പുതിയൊരു കീവേഡ് വന്നത് എൽസ് എന്നുള്ളൊരു കീവേഡ്. ഞാൻ പഠിച്ചിരുന്ന കീവേഡിൻ്റെ സമയത്ത് ഒരു ടാബിളിൽ ഒരു 10-30ഓളം കീവേഡ് നമ്മൾ അവിടെ കാണിച്ചിരുന്നു. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞത് അത് പഠിക്കണ്ട, അത് നമ്മൾ ഈ ചാപ്റ്റർ ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ പഠിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അതാ ഈഫ് എന്നുള്ളതൊരു കീവേഡാണ്, സ്വിച്ച് എന്നുള്ളതൊരു കീവേഡാണ്. ഇത് രണ്ടും, ഇത് ഈഫ് സ്റ്റേറ്റ്മെൻറ്റും സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റും ആണ്. എന്തിനാണത്? ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റിലാണ് ഈഫും സ്വിച്ചും വരുന്നത്. പിന്നെ ഫോർ, വൈൽ, ഡു വൈൽ എവിടെ വരുന്നതാണ്? ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റിൽ വരുന്നതാണ്. അതിലിപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏതാണ്? ഈഫ് സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ചാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഈഫ് സ്റ്റേറ്റ്മെൻറ്റിന് 3 ഉണ്ട്. ശരിക്കും ഞാൻ പറഞ്ഞു ശരിക്കും 4 ഉണ്ട്. അതിൽ നമ്മുടെ ഫോക്കസ് ഏരിയയിൽ എത്ര ഉള്ളൂ? 3 പഠിക്കാനുള്ളൂ. അതിലത്തെ ഒന്നാമത്തതാണെന്ത്? ഈഫ് സ്റ്റേറ്റ്മെൻറ്റ്. രണ്ടാമത്തതാണെന്ത്? ഈഫ് എൽ സ്റ്റേറ്റ്മെൻറ്റ്. മൂന്നാമത്തതാണെന്ത്? ഈഫ് എൽസ് ഈഫ് സ്റ്റേറ്റ്മെൻറ്റ്. ഇനി ഇതെങ്ങനെയാണ് എഴുതുക, എങ്ങനെയാണ് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് നമുക്കിനി ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇതിപ്പോൾ ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിലും, ഒന്നാമത്തെ ഈഫ് സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിലും, രണ്ടാമത്തെ ഈഫ് സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിലും, മൂന്നാമത്തെ ഈഫ് സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിലും അതിൻ്റെ ഒരു കോമൺ സിൻടാക്സ് ആണ് ഇപ്പോൾ ഞാനിവിടെ എഴുതിയത്. എന്താ? ആദ്യം ഈഫ് എന്നുള്ള കീവേഡ് എഴുതും, എന്നിട്ട് പരാന്തസിൻ്റെ ഉള്ളിൽ ടെസ്റ്റ് എക്സ്പ്രഷൻ എഴുതും. ടെസ്റ്റ് എക്സ്പ്രഷൻ. ഈ ടെക്സ്റ്റ് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നല്ലെങ്കിൽ റിലേഷണൽ എക്സ്പ്രഷൻ ആവാം, അല്ലെങ്കിൽ ലോജിക്കൽ എക്സ്പ്രഷൻ ആവാം. രണ്ടാണെങ്കിലും അതിൻ്റെ ഔട്ട്പുട്ട് എന്താ വരിക? ഒന്നല്ലെങ്കിൽ ട്രൂ വരും, അല്ലെങ്കിൽ ഫാൾസ് വരും. അപ്പോൾ ഈ ടെക്സ്റ്റ് എക്സ്പ്രഷൻ്റെ വാല്യൂ എന്താണോ ഈ വാല്യൂ നോക്കിയിട്ടാണ് ഇതിന് ശേഷമുള്ള സ്റ്റേറ്റ്മെൻറ്റിലെ ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കുന്നത്. അതിപ്പോൾ ഒന്നാമത്തെ ഈഫ് സ്റ്റേറ്റ്മെൻറ്റ് പോലെ അല്ല രണ്ടാമത്തെ ഈഫ് സ്റ്റേറ്റ്മെൻറ്റ്, രണ്ടാമത്തെ ഈഫ് സ്റ്റേറ്റ്മെൻറ്റ് പോലെ അല്ല
മൂന്നാമത്തെ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ കുറച്ചും കൂടെ ഒന്നാമത്തെ ഇഫ് സ്റ്റേറ്റ്മെൻറ്റിനേക്കാൾ ഒന്നും കൂടെ അഡ്വാൻസ്ഡ് ആണ് ഏത് രണ്ടാമത്തെ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്, അതിനേക്കാൾ ഒന്നും കൂടെ അഡ്വാൻസ്ഡ് ആണ് ഏത് മൂന്നാമത്തെ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്. ഇതിനേക്കാൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഇഫ് സ്റ്റേറ്റ്മെൻറ്റും കൂടെ നമ്മുടെ സിലബസിലുണ്ട്, പക്ഷേ നമ്മുടെ ഫോക്കസ് ഏരിയ അത് ഒഴിവാക്കി തരണം. അതുകൊണ്ട് ഇപ്പോൾ ഞാനതവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. ഇനി നമുക്കിതിലത്തെ ഓരോ ഇഫ് സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ച് നമുക്ക് 1 by 1 ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തെ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്, അതിൻ്റെ സിൻറ്റാക്സ് എങ്ങനെയാണ്, അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം.